മറ്റുള്ളവർക്ക് വേണ്ടി എഴുതുന്ന പുസ്തകങ്ങൾ ഒരു പ്രകടനം പോലെയാണ്. ആ പുസ്തകം വായിക്കാൻ സാധ്യതയുള്ള വായനക്കാരെ ഒട്ടും മുഷിപ്പിക്കാതെ നമ്മുടെ ആശയങ്ങൾ അവതരിപ്പിക്കുവാൻ വേണ്ടി എഴുതുന്നത് കൊണ്ടാണ് അതൊരു പ്രകടനമാണ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി, അതായത് എഴുതുന്ന വ്യക്തി അയാൾക്ക് വേണ്ടി തന്നെ എഴുതുമ്പോഴാണ് എഴുത്തുകൾ ഒരു മാസ്റ്റർ പീസ് ആവുന്നത്. ഒട്ടും മായം ചേർക്കാതെ നമ്മുടെ ചിന്തകൾ അതേപടി ഏടുകളിലേക്ക് പകർത്തി വയ്ക്കുമ്പോൾ, ആ എഴുത്തുകൾ സ്വയം വായിച്ച് നമ്മുടെ തന്നെ സ്വഭാവം നല്ലതാക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ എഴുത്തുകാരന് കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്. പല എഴുത്തുകാരും എഴുതുന്നത് അവർക്ക് വേണ്ടി തന്നെയാണ്. വായനക്കാരുടെ ലോകം രണ്ടാമതായി വരുന്നൊരു ചിന്ത മാത്രമാണ്. സ്റ്റോയിസിസത്തെക്കുറിച്ച് 2 വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളത്. ഈ 2 വീഡിയോകളിലും പലതവണയായി ആവർത്തിച്ചു പറഞ്ഞ 3 ഫിലോസഫേഴ്സ് ഉണ്ട്: എപ്പിക്ടെറ്റസ്, സെനക്ക, മാർക്കസ് ഒറീലിയസ്. സ്റ്റോയിസിസം എന്ന ഫിലോസഫിയുടെ അടിത്തറയായി കണക്കാക്കുന്ന ഈ 3 പേരിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, തുടക്കക്കാർക്ക് വായിക്കാൻ പറ്റിയ എഴുത്തുകൾ എഴുതിയത് മാർക്കസ് ഒറീലിയസ് എന്ന റോമൻ എംപററാണ്. റോം എന്ന മഹാസാമ്രാജ്യത്തിന്റെ തലപ്പത്തിരുന്നപ്പോഴും സ്റ്റോയിസിസം എന്ന ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലുള്ള ജീവിതം തന്നെയായിരുന്നു മാർക്കസ് ഒറീലിയസ് നയിച്ചത്. അതുകൊണ്ട് തന്നെ മരണം വരെയും മരണത്തിന് ശേഷവും മാർക്കസ് ഒറീലിയസ് അറിയപ്പെട്ടിരുന്നത് ദ ഫിലോസഫർ കിങ് എന്നായിരുന്നു. AD 160 മുതൽ 181 വരെയാണ് മാർക്കസ് റോം ഭരിച്ചത്. മുമ്പുണ്ടായിരുന്ന പല രാജാക്കന്മാരുടെയും പോലെ തനിക്ക് വേണ്ടതെല്ലാം നേടിയെടുത്ത് ഒരു ആഡംബര ജീവിതം മാർക്കസിന് വേണമെങ്കിൽ നയിക്കാമായിരുന്നു. പക്ഷേ മാർക്കസ് ഒറീലിയസ് ചെയ്തത് അതല്ല. മാർക്കസിന്റെ കീഴിലുണ്ടായിരുന്ന റോം ദുരന്തങ്ങൾക്ക് പുറകെ ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. 20 വർഷത്തിനുള്ളിൽ ഒരുപാട് രാജ്യങ്ങൾ റോമിനെ ആക്രമിച്ചിരുന്നു. റോം ആകെ പടർന്നു പിടിച്ച പ്ലേഗ് ഒരുപാട് പേരെ കൊന്നൊടുക്കിയിരുന്നു. ക്രിസ്ത്യാനിറ്റിയുടെ ഇൻവേഷൻ റോമിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരുന്നു. ഇതിന്റെ എല്ലാം ഇടയിൽ രാജ്യം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു പോകാൻ നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടും മാർക്കസ് ഒറീലിയസ് റോമൻ എംപറർ എന്ന നിലയിലുള്ള തന്റെ ജോലികളിൽ ഉറച്ചു നിന്നു. യുദ്ധത്തിന്റെ ഭാഗമായി പല ക്യാമ്പുകളിൽ താമസിച്ചിരുന്നപ്പോഴാണ് മാർക്കസ് ഒറീലിയസ് മെഡിറ്റേഷൻസ് എന്ന അദ്ദേഹത്തിന്റെ ജേണൽ എഴുതിയത്. അദ്ദേഹത്തിന്റെ സ്വകാര്യ ചിന്തകളെ ഒരു ഡയറി കുറിപ്പ് പോലെ മാർക്കസ് എഴുതി വെക്കുകയായിരുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള മാർക്കസിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില സംഭവങ്ങളും ഒക്കെ മെഡിറ്റേഷൻസിൽ കാണാം. അദ്ദേഹത്തിനോട് തന്നെയുള്ള ഉപദേശങ്ങൾ എന്ന രീതിയിൽ എഴുതിയതുകൊണ്ട് തന്നെ മറ്റു പുസ്തകങ്ങളെ പോലെ പ്രത്യേക മോഡറോ സ്ട്രക്ചറോ ഒന്നും തന്നെ മെഡിറ്റേഷൻസിനില്ല. ചെറിയ ചെറിയ പാരഗ്രാഫുകളിൽ ഓരോരോ വിഷയങ്ങളെ പറ്റിയാണ് മാർക്കസ് എഴുതിയിരിക്കുന്നത്. 80 പേജിന്റെ അടുത്ത് മാത്രം വരുന്ന ഒരു പുസ്തകമായതുകൊണ്ട് തന്നെ ആർക്കും എളുപ്പം വായിച്ച് മനസ്സിലാക്കാവുന്ന എഴുത്തുകൾ കൂടിയാണ് മെഡിറ്റേഷൻസ്. 2000 വർഷത്തിനടുത്ത് പഴക്കമുള്ള ഒരു പുസ്തകമായതുകൊണ്ട് തന്നെ ഔട്ട്ഡേറ്റഡ് ആയ കുറച്ച് ഐഡിയാസ് മെഡിറ്റേഷൻസിലുമുണ്ട്. ലോഗോസ് എന്ന പ്രകൃതിയെ മുഴുവൻ ഒരുമിപ്പിക്കുന്ന ഒരു ശക്തിയെ പറ്റി മാർക്കസ് മെഡിറ്റേഷൻസിൽ പലയിടത്തായി പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ പ്രാക്ടിക്കൽ ഫിലോസഫി എന്ന നിലയിൽ ഇന്നും ആർക്കും വായിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഐഡിയകൾ മെഡിറ്റേഷൻസിലുണ്ട്. സെൽഫ് റിഫ്ലക്ഷൻസ്, അവരവരുടെ ചിന്തകൾ അവരവർക്ക് വേണ്ടി എങ്ങനെ എഴുതണം എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മെഡിറ്റേഷൻസ്. മെഡിറ്റേഷൻസിൽ ചർച്ച ചെയ്തു പോയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ഐഡിയകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. മറ്റുള്ള ആളുകൾ ക്രൂരമായ പ്രവർത്തികൾ ചെയ്യുന്നത് ശരിയെന്താണ് തെറ്റെന്താണ് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവും അറിവും അവർക്കില്ലാത്തത് കൊണ്ടാണ് എന്ന് മാർക്കസ് പറയുന്നു. അത്തരത്തിലുള്ള ആളുകളെ കണ്ടാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി കൊടുക്കാൻ ശ്രമിക്കുക. എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എങ്കിൽ അത് അവരുടെ സ്വഭാവമാണെന്ന് മനസ്സിലാക്കി മാറി നിൽക്കുക. ഒരിക്കലും ഇത്തരം ആളുകളുടെ ചിന്തകളും പ്രവൃത്തികളും നമ്മളെ സ്വാധീനിക്കരുത്. നമ്മളെ പറ്റിയും നമ്മുടെ പ്രവൃത്തികളെ പറ്റിയും അവർ പല പരദൂഷണങ്ങളും പറഞ്ഞു വരുത്തും. പലരെയും നമുക്ക് നേരെ തിരിപ്പിക്കും. പക്ഷേ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും അനുയോജ്യമായ കാര്യം നമ്മുടെ പ്രവൃത്തികളിലും വ്യക്തിത്വത്തിലും ശ്രദ്ധിക്കുക എന്നത് മാത്രമാണ്. അതുമാത്രമാണ് പൂർണ്ണമായും നമ്മുടെ കൺട്രോളിൽ നിലനിൽക്കുന്നത്. മറ്റുള്ളവരുടെ അലസമായ ചിന്തകളും അഭിപ്രായങ്ങളും നമ്മുടെ വികാരങ്ങളെ ബാധിക്കരുത്. ബാധിച്ചാലും റിയാലിറ്റി മനസ്സിലാക്കി പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചെത്തുക. നമ്മുടെ അറിവിലും വ്യക്തിത്വത്തിലും വിശ്വാസം കൊടുക്കുക. ഉള്ള അറിവുകൾ വെച്ച് വീണ്ടും വീണ്ടും നല്ല മനുഷ്യനാകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. സമ്പത്തിനും പ്രശസ്തിക്കുമൊക്കെ ഉപരി നമ്മുടെ വ്യക്തിത്വമാണ് പ്രധാനമെന്ന് മാർക്കസ് ഒറീലിയസ് പറയുന്നു. ഒരു നല്ല മനുഷ്യൻ ആരാണ് എന്നതിനെ ചൊല്ലി കലഹിക്കാതെ ഒരു നല്ല മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹം പറയുന്നു. ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യരുത്. ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയരുത്. എല്ലാത്തിനും ഉപരി ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള മനുഷ്യന്റെ വിവേചന ബുദ്ധിയിലായിരുന്നു മാർക്കസ് വിശ്വാസം അർപ്പിച്ചിരുന്നത്. ജീവിതം നൈമിഷികമാണെന്ന ബോധം എന്നും ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന ഒരാളായിരുന്നു മാർക്കസ് ഒറീലിയസ്. മനുഷ്യന്റെ ജീവിതത്തിൽ എന്നും നിഴലിച്ചിരുന്ന മരണത്തെ നേരിടാനും മാർക്കസ് പറഞ്ഞിരുന്നു. മെമന്റോ മോറി, റിമെമ്പർ യു ഡൈ. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും മരിക്കാമെന്ന പൂർണ്ണ ബോധ്യം എന്നും മനസ്സിലുണ്ടാകണം. സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഓർമ്മ 2 തലമുറ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടി പെടാപാടുകൾ പെടുമ്പോൾ കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവൃത്തിയും വേദനിപ്പിക്കുന്ന ഓരോ മനുഷ്യരെയും ഓർത്തുവെക്കണം. മരണം എന്ന ചിന്തയെ മാറ്റി നിർത്താതെ എന്നും മനസ്സിലിട്ട് താലോലിച്ച് മരണത്തോടുള്ള ഭയം മാറ്റാനാണ് മാർക്കസ് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും മരിക്കാമെന്ന ബോധ്യത്തോടെ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അദ്ദേഹം പറയുന്നു. ആക്ഷൻ ഓറിയന്റഡ് ഫിലോസഫിയാണ് സ്റ്റോയിസിസം. ജീവിതം എല്ലാ വശങ്ങളിൽ നിന്നും നിങ്ങളെ ചവിട്ടി താഴ്ത്തിയാലും സ്വയം ചോദിക്കണം, എൻ്റെ കൺട്രോളിൽ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?
എനിക്ക് ഇന്ന് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? എൻ്റെ മനസ്സിലുള്ള ഐഡിയ പ്രകാരം ഒരു നല്ല മനുഷ്യനാകാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം? ഇത്രയും മനസ്സിലാക്കി ഓരോ ദിവസവും ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ മാർക്കസ് പറയുന്നു. യു കുഡ് ലീവ് ലൈഫ് റൈറ്റ് നൗ, ലെറ്റ് ദാറ്റ് ഡിറ്റർമിൻ വാട്ട് യു ഡു ആൻഡ് സേ ആൻഡ് തിങ്ക്. ജീവിതത്തിന് വേണ്ട അർത്ഥം നൽകുന്ന ഒന്നാണ് മരണം. മരിക്കൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്, അനുഭവിച്ചു തീർക്കാൻ കുറച്ച് സമയം മാത്രമേ കയ്യിലുള്ളൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നത്. ജീവിതത്തിൽ 2 കാര്യങ്ങൾ മാത്രമേ ഉറപ്പിച്ചു പറയാൻ പറ്റൂ. എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകും. അതിനെ നേരിടാൻ പഠിക്കണം. എല്ലാതും എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. മാറ്റം എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ജീവിക്കണം. നമ്മുടെ വികാരങ്ങളെ ശരിയായി മനസ്സിലാക്കാനും നേരിടാനും സ്റ്റോയിസിസം എങ്ങനെ സഹായിക്കുന്നുണ്ട് എന്ന് മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞതാണ്. എന്ത് പ്രശ്നം വന്നാലും ചിന്തിച്ച് വിലയിരുത്തി നേരിടാനാണ് മാർക്കസ് ഒറീലിയസ് പറഞ്ഞത്. ഈശ്വരവിശ്വാസത്തെ പറ്റി മാർക്കസ് പറഞ്ഞത് നോക്കുക. നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുക. ദൈവമുണ്ടെങ്കിൽ നല്ലവനായി ജീവിച്ചു എന്നതുകൊണ്ട് മാത്രം അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. നല്ല രീതിയിൽ ജീവിച്ചിട്ടും നിങ്ങളെ ശിക്ഷിക്കുന്ന ദൈവമാണെങ്കിൽ അവനെ ആരാധിക്കുന്നതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി ദൈവമില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് മനസ്സിലാക്കി നല്ല മനുഷ്യനായി ജീവിച്ചു മരിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലും ഓർമ്മയിലും നിങ്ങൾ നിലനിൽക്കും. 21ാം നൂറ്റാണ്ടിലും പലർക്കും ഇല്ലാതെ പോകുന്ന ഒരു ഔചിത്യബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിശ്വാസങ്ങൾ എന്തു തന്നെയായാലും അത് നമ്മുടെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണോ വേണ്ടയോ എന്നതിൻ്റെ സ്വാതന്ത്ര്യം നമുക്കാണെന്ന് മാർക്കസ് കാണിക്കുന്നു. വികാരങ്ങൾ പ്രവൃത്തിയിലേക്കുള്ള ചൂണ്ടുവിരലാണെന്ന് മനസ്സിലാക്കി വികാരങ്ങളെ പറ്റി അടിസ്ഥാനമാക്കി പഠിച്ച് പ്രവർത്തിച്ചാൽ അനാവശ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാമെന്നും അദ്ദേഹം പറയുന്നു. ദ ഇംപെഡിമെന്റ് ടു ആക്ഷൻ ബിക്കംസ് ദി ആക്ഷൻ, വാട്ട് സ്റ്റാൻഡ്സ് ഇൻ ദ വേ ബിക്കംസ് ദി വേ, ഒബ്സ്റ്റക്കിൾ ഇസ് ദ വേ. തടസ്സങ്ങൾ തന്നെയാണ് മുമ്പോട്ടുള്ള വഴി. തടസ്സങ്ങൾ ഉള്ളവർക്ക് മാത്രമേ നല്ല വ്യക്തികളാകാൻ സാധിക്കൂ. സ്റ്റോയിസിസം ഒരു പ്രാക്ടിക്കൽ ഫിലോസഫിയാണെന്ന് പറയുന്നതിൻ്റെ യുക്തി നിങ്ങൾ മനസ്സിലാക്കണം. മരണത്തെ ഭയക്കാതെ അതിൽ നിന്നും ഓടി ഒളിക്കാതെ അക്സെപ്റ്റ് ചെയ്ത സോക്രട്ടീസിനെ പോലെയൊന്നും ആവാൻ എല്ലാവർക്കും സാധിക്കില്ല. മരണത്തിൻ്റെ മുമ്പിൽ എൻ്റെയും നിങ്ങളുടെയും മുട്ടുവിറയ്ക്കും, ശരീരം തളരും. അതൊക്കെ ബേസിക് ബയോളജിയാണ്. രാവിലെ സ്റ്റോയിസിസത്തിനെ പറ്റി വാദോരാതെ ചിന്തിച്ച് സംസാരിച്ച പലരും രാത്രി ഒറ്റയ്ക്കാകുമ്പോൾ നഷ്ടപ്രണയത്തെ പറ്റിയും നഷ്ടപ്പെട്ടുപോയ സാധ്യതകളെ പറ്റിയുമൊക്കെ ചിന്തിച്ച് കരയും. പക്ഷേ ഇതെല്ലാം സാധാരണമാണെന്ന് മനസ്സിലാക്കുക. ആ സാഹചര്യം മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുക. വീണുപോയാൽ അവിടെ തന്നെ കിടന്ന് കരയാതെ മെല്ലെ എഴുന്നേറ്റ് ഓരോ അടി മുമ്പോട്ട് വെച്ച് കരഞ്ഞോളൂ എന്ന് മാത്രമേ സ്റ്റോയിസിസം പറയുന്നുള്ളൂ. ജീവിതം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതും ഇതൊക്കെ തന്നെയാണ്. കീപ് ഗോയിങ് ഫോർവേഡ് നോ മാറ്റർ വാട്ട്. മാർക്കസ് ഒറീലിയസിൻ്റെ മെഡിറ്റേഷൻസ് എന്ന പുസ്തകം ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയേക്കാം. ഇല്ലെങ്കിൽ സാരമില്ല. മാർക്കസ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഐഡിയയിലുള്ളൊരു നല്ല മനുഷ്യനായി ജീവിച്ചു മരിക്കുക. ഇതേപോലത്തെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ഇറ്റ്സ് മീ അർജുൻ സൈനിങ് ഓഫ്. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ആൻഡ് ബൈ ബൈ.